മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ചിന്തയിൽ നിന്നും ആരെന്ത് ചിന്തിച്ചാലും എനിക്ക് പുല്ലാണ് എന്ന ഒരറിവോടുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം അവിടെ തുടങ്ങുന്നത്. ജീവിതം അവിടെയാണ് തുടങ്ങുന്നത്. അല്ലാതെ എന്ത് കാര്യത്തിനും നമ്മൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അവർ വിചാരിക്കും, അത് അവരുടെ ചിന്തയിലൂടെ, അവരുടെ മനസ്സിൻ്റെ ചിന്തയിലൂടെ അവർ വിചാരിക്കും. അതായിരിക്കില്ല നമ്മളും ചിന്തിക്കുന്നതും, അല്ലേ? നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയായിരിക്കില്ല. അവർ വിചാരിക്കുന്നത് പോലെയാണ്. നമുക്ക് നമ്മളാവാനേ കഴിയും, അവർക്ക് അവരാവാനേ കഴിയും. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? മറ്റുള്ളവർ എന്ത് വിചാരിക്കും അങ്ങനെ ചിന്തിക്കണ്ട. ആരെന്ത് വിചാരിച്ചാലും നമ്മളെ ബാധിക്കുകയില്ല. മനസ്സിലായില്ലേ? അവിടെ അങ്ങനെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുമ്പോഴാണ്, അവിടെയാണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത്. നമ്മളായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നത്. മറ്റുള്ളവരെ നോക്കിയിരുന്നാലേ ഒരിടത്തും എത്തത്തില്ല. നമ്മൾ ഒന്നിനൊന്ന് തകർന്നുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഒന്നിനൊന്ന് കുഴിയുടെ ആഴത്തിലോട്ട് വീണ് ആഴം കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ ചിന്ത പാടെ മാറ്റാം. മറ്റുള്ളവരെ എന്ത് വിചാരിക്കുന്ന ചിന്തയെ മാറ്റും. അത് നമുക്ക് പുല്ലാണ്. ആരെന്തോ വിചാരിച്ചിട്ട് നമുക്ക് പുല്ലാണ്. നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് എന്ന് മനസ്സിനെ പറഞ്ഞുറപ്പിച്ച് വിശ്വസിച്ച് ധൈര്യം കൊടുത്തും മുന്നോട്ട് പോവുക. അപ്പോൾ ശുഭദിനം, ശുഭരാത്രി.